നിബ്രാസ്, നമ്മളെ സാധാരണ കട്ടൻ ചായ സുലൈമാന്, അത് വിറ്റിട്ട് നിനക്ക് ദുബായിൽ ഒരു മില്യണർ ആവാം. ചായ വിറ്റിട്ട്? അതെ. എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു 20 ദിർഹം, ഓക്കെ, 20 ദിർഹം കൊടുത്തിട്ട് നീ ഒരു 200 ടീ ബാഗ് വാങ്ങിച്ചു വിചാരിക്കാം. ഓക്കെ. ഒരു ടീ ബാഗ് വെച്ചിട്ട് നിനക്ക് 2 ചായ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ടോട്ടൽ 400 ചായ നിനക്ക് ഉണ്ടാക്കാം. അതെ. സാധാരണ ദുബായിൽ ഒരു സുലൈമാനിയുടെ പ്രൈസ് എങ്ങനെ വരുന്നത്? 1 to 2 dirhams. ഒരു ദിർഹം എടുക്കാം. അപ്പൊ 400 ദിർഹം വരുമാനമായി. 20 നിന്റെ ചെലവ് കഴിച്ചു കഴിഞ്ഞാൽ 380 നിന്റെ പ്രോഫിറ്റ് ആണ്. അതായത് 2000% തൊട്ട് താഴെ നിനക്ക് പ്രോഫിറ്റ് ആണ്. ലെറ്റ്സ് സേ നീ ഒരു ദിവസം 4000 ചായ ഉണ്ടാക്കുന്ന വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ 3800 നിന്റെ ഒരു ദിവസത്തെ പ്രോഫിറ്റ്. അതെ, 200 ചെലവും. അതെ. 10 ദിവസം നീ അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ 38,000 dirhams കിട്ടും. ഇപ്പൊ ഒരു മാസം നീ അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ 1,14,000. 1,14,000 നിന്റെ ടോട്ടൽ വരുമാനം അല്ലെ? ലെറ്റ്സ് 14,000 ദിർഹം നീ കോസ്റ്റിലേക്ക് നിന്റെ ചെലവിലേക്ക് പോയാലും 1,00,000 നിന്റെ വരുമാനം മാത്രമാണ് ഒരു മാസം കൊണ്ട് അല്ലെ? അപ്പൊ ഒരു വർഷമാണെങ്കിലോ 1.2 million. 1.2 മില്യൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 2.5 കോടി രൂപയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പം ചായ വിറ്റിട്ടും ഇവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്, ചെറിയ ചെറിയ നിസ്സാരമായ കാര്യം. പക്ഷെ നമ്മളതൊന്നും ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഈ മുകേഷ് അംബാനി ഇവരൊക്കെ ഇങ്ങനെയാണ് പണക്കാരായത്? മുകേഷ് അംബാനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യയിൽ പല ആൾക്കാരും കോടീശ്വരന്മാരായത് ഇങ്ങനെ ചായ വിറ്റിട്ട് തന്നെയാണ്.